എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആദ്യം പോയി ഒന്ന് മുടി വെട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റൂം ടൂറ്, ഞങ്ങളെ റൂമിനെ കുറിച്ച് എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ റൂമിൽ തന്നെ തുടങ്ങുകയാണ്. റൂമിൽ നിന്ന് പോയിട്ട് പിന്നെ പുറത്തുനിന്ന് തിരിച്ച് കയറി വരികയാണ്. റൂമിൽ എന്തൊക്കെയാണുള്ളത് കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് കാണുക. ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കാം. അങ്ങനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ, ഇതാണ് ഞങ്ങളെ ബിൽഡിങ്. 8 നിലയുള്ള ചെറിയൊരു ബിൽഡിങ്ങാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ റൂം ടൂർ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ലൈറ്റുകൾ മിന്നി മിന്നി കത്തുന്ന കാണുന്നതൊക്കെ എന്താണ്, സിറ്റിയാണ്. ഇവിടെ ഇങ്ങനെ നമ്പർ 6 ഞങ്ങളെ ബിൽഡിങ് കയറി. ഇതാണ് എന്ത് ഞങ്ങളെ ഫ്ലാറ്റ്. ഇവിടെ ആദ്യം കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ലിഫ്റ്റ്, ലിഫ്റ്റ് കയറുകയാണ്. അങ്ങനെ നമ്മളെ ഫ്ലോറ് 3. ഇങ്ങനെ പോയി ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ റൂം നമ്പർ 15. റൂമിലേക്ക് കയറി ഏകദേശം 1 മണിക്കൂറായി ഞാൻ തുണി അലക്കാനായിട്ടിട്ട്. അപ്പോൾ തുണി അവിടുന്ന് അലക്കി കഴിയാനായിട്ടുണ്ട്. ഇത് ഞങ്ങൾ ചെറിയൊരു മേശ അലക്കിയിടുന്നത്. 4 ബെഡ്, 4 ബെഡാണുള്ളത്. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. ഇതാണ് എൻ്റെ ബെഡ്. ഒന്നും അലങ്കോലായി കിടക്കുന്നത് നോക്കണ്ട. എല്ലാം പണിക്ക് നേരം വൈകി എണീച്ച് ഓടുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാം അലങ്കോലാണ്. ഇതാണ് എൻ്റെ ബെഡ്. ചെറിയൊരു ചാർജറിൻ്റെ സെറ്റപ്പൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ചെറിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ടൗണിലെ വ്യൂ കാണാം. വലിയ വ്യൂ എന്നല്ല, ചെറിയൊരു വ്യൂ കാണാം. ഹൈവേ കാണാം. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന സ്ഥലത്ത്. ഒക്കെ ഗ്രൗണ്ടായി നല്ല അടിപൊളി, എന്താ പറയുക, ടൗണിൻ്റെ വെളിച്ചങ്ങളാർന്ന ചെറിയൊരു ഏരിയയും പിന്നെ കുറച്ച് വിട്ടിട്ടുള്ള നല്ല കറുത്ത ആകാശമായിട്ടാണ് കാണുന്നത്. അടുത്തൊക്കെ ഫുള്ള് ബിൽഡിങ്ങാണ് കേട്ടോ. ഇതൊരു ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ. ഇത് തിരിച്ച് ബാൽക്കണി എന്ന് പറയാനിതാ വലിയൊരു കട്ടിങ് കഴിഞ്ഞിട്ടോ ബാൽക്കണി. അപ്പോൾ ചാടി കയറി ചാടി ഇറങ്ങുകയും വേണം. അങ്ങനെ ഇതിങ്ങനെ കഴിഞ്ഞ് ഇത് ചെറിയ 4 ആൾ കിടക്കുന്ന റൂമാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ വാഷ്റൂമുണ്ട്. ഇത് 2 റൂമുകളാണ്. അപ്പം ഈ റൂമിലൊക്കെ
4 ആൾ ഈ റൂമിലും 4 ആൾ ഈ റൂമിലും കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ പല സെറ്റപ്പുകളാണ് ഓരോരുത്തർ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ, വാഷിംഗ് ഏരിയ, ഫ്രിഡ്ജ്. കിച്ചൺ എന്ന് പറയും പേരേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ അല്ലാണ്ട് പല്ല് തേക്കാനും രാത്രി ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കാനിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. വാഷിംഗ് മെഷീന്. ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഹാരിസ് വന്ന് ലോക്ക് ചെയ്ത് പോയിരുന്നു. പിന്നെ ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത വ്യൂ ആണ് കാണുക. ഒന്നും കാണുന്നില്ല, ഫോണിലൊന്നും കാണുന്നില്ല. ഇതാണ് എന്ത് ഞങ്ങളുടെ റൂം. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ എന്ത് കൊട്ടാരം, പ്രവാസികളുടെ കൊട്ടാരം. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം എന്ത് ചെയ്യുക, താഴെ കമൻറ്റിൽ പറയുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ. എന്തായാലും അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാമെന്ന് നമുക്ക് വിചാരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ ഒരു മെഡിക്കലിൻ്റെ ഫിംഗറിങ് ബയോമെട്രിക് ചെയ്യാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ചെയ്യുന്നത്, ഏകദേശം 2 മാസം 3 മാസം കഴിഞ്ഞു. പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, കഴിഞ്ഞില്ല. ബർത്ത്ഡേൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, കഴിഞ്ഞില്ല. ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല. വീഡിയോ എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയം കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. പറഞ്ഞ പോലെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും സലാം.